ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. സഞ്ജയൻ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ട സർവകാര്യങ്ങളും ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു. ധൃതരാഷ്ട്രൻ യുദ്ധക്കളത്തിലെ ഓരോ കാര്യങ്ങളും ശ്രവിച്ചു. തൻ്റെ മക്കളുടെ പരാജയം, താൻ ചെയ്ത വിഡ്ഢിത്തരം, തൻ്റെ അജ്ഞത തൻ്റെ നാശത്തിന് കാരണമായി എന്ന കുറ്റബോധം അദ്ദേഹത്തെ അലട്ടി. ഓരോ ദിവസത്തെ വാർത്ത കേൾക്കുമ്പോഴും നിരാശാജനകമായിരുന്നു. അങ്ങനെ സഞ്ജയൻ ആ രംഗം വിവരിച്ച് ഗീതാശ്രവണം കേട്ട് വളരെയധികം സന്തുഷ്ടനായി. വ്യാസഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാൻ സ്വയം പറഞ്ഞ വാക്കുകൾ തനിക്ക് ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. അത് കേട്ട് എൻ്റെ ദേഹമെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. രോമാഞ്ചകഞ്ചുകം ഞാൻ അണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പരമമായ സന്തോഷം ഇപ്പോഴും എന്നിലുണ്ട് എന്ന്. അതുകൊണ്ട് സഞ്ജയൻ പറയുകയാണ്, വ്യാസപ്രസാദാത് ശ്രുതവാ നേതത് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാൽ കഥയത സ്വയം. എൻ്റെ വിവർത്തനം കേൾക്കാം. സാക്ഷാൽ യോഗേശ്വരൻ കൃഷ്ണൻ സ്വയമായി തൻ കഥിച്ചതും വ്യാസാനുഗ്രഹമായി കേട്ടേൻ ഗൂഢമീ യോഗമുത്തമം. വളരെ വ്യക്തമായി പദാനുപദ വിവർത്തനം ചെയ്തിരിക്കുന്നു. സാക്ഷാൽ യോഗേശ്വരൻ കൃഷ്ണൻ. ഇതിൻ്റെ വിവരണത്തിൻ്റെ ഒരാവശ്യവുമില്ല. യോഗേശ്വരനായ കൃഷ്ണൻ, യോഗാനന്ദം എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, സർവ വിഷയങ്ങളെയും ജയിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വയമായി തന്നെ പറഞ്ഞതാണ് ഭഗവത്ഗീത. തൻ്റെ സ്വാനുഭവത്തിൽപ്പെട്ട കാര്യങ്ങൾ തൻ്റെ സഖാവിനോട് പറഞ്ഞു കൊടുത്തത്. അതാണ് സ്വയമായി തൻ കഥിച്ചതും സ്വന്തമായി പറഞ്ഞതും. ആ പറഞ്ഞ വാക്കുകൾ എനിക്ക്, സഞ്ജയൻ പറയുന്നു, എനിക്ക് കേൾക്കാനുള്ള കാണാനുമുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നത് വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹത്താലാണ്. ആ അനുഗ്രഹം ധൃതരാഷ്ട്ര മഹാരാജാവിന് കൊടുക്കാൻ കരുതിയതായിരുന്നു. പക്ഷേ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് സഞ്ജയന് അത് കിട്ടിയത്. ആർക്കാണോ അർഹതയുള്ളത് അവർ തത്സമയത്ത് അത് സ്വീകരിക്കുന്നു. അർഹതയില്ലാത്തവർക്ക് എത്ര കൊടുത്തിട്ടും പ്രയോജനമില്ല. ഗീതാശ്രവണം കൊണ്ട് സഞ്ജയൻ പരമാനന്ദിയായി ഇരിക്കുമ്പോൾ, കൃതാർത്ഥനും സംതൃപ്തനും സന്തോഷവാനുമായിരിക്കുമ്പോൾ, അതേ ഗീതാശ്രവണം നടത്തിയ ധൃതരാഷ്ട്ര അസ്വസ്ഥനും ദുഃഖിതനുമാണ്. ഒരേ തത്വം ഒരാൾക്ക് ദുഃഖത്തെയും മറ്റൊരാൾക്ക് പരമാനന്ദത്തെയും തരും. എന്താണ് കാരണം? ധൃതരാഷ്ട്ര മഹാരാജാവിന് ഗീതാശ്രവണം ദുഃഖത്തെയുണ്ടാക്കാൻ കാരണം അദ്ദേഹം അജ്ഞാനമാകുന്ന ചളിയിൽ ആണ്ട് കിടക്കുന്നത് കൊണ്ടാണ്. അത് ഉൾക്കൊള്ളാനേ അദ്ദേഹത്തിന് കഴിയുന്നില്ല. തൻ്റെ പുത്രന്മാരോടുള്ള അമിതമായ വാത്സല്യം, അർജുനൻ ആ വാത്സല്യം ആദ്യമുണ്ടായിരുന്നു. തൻ്റെ ബന്ധുജനങ്ങളോടൊരു പ്രത്യേക കാരുണ്യം. ധൃതരാഷ്ട്ര എന്ന വല്യച്ഛനും
ഭീഷ്മപിതാമഹനെന്ന ആ പിതാമഹനോടും ആചാര്യനായ ദ്രോണരോടും തൻ്റെ വല്യച്ഛൻ്റെ മക്കളായിരിക്കുന്ന കൗരവരോടും ഒരു പ്രത്യേക മമത തോന്നി. അത് അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണെന്ന് ബോധിച്ച ഭഗവാൻ അർജുനനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അതിനുശേഷമാണ് അർജുനൻ പറഞ്ഞത്, മോഹം നഷ്ടം, എൻ്റെ മോഹം പോയി നിൻ പ്രസാദത്താൽ നേടി ഞാൻ സ്മൃതിയച്ചുതാ, സംശയം തീർന്നു ഞാൻ നിൽപ്പൂ ചെയ്തിടാം തവ വാക്കുപോൽ എന്ന അവസ്ഥയിലേക്ക്, ഭഗവാന്റെ വാക്കെന്താണോ അത് അപ്പടി അനുസരിക്കാം എന്ന അവസ്ഥയിലേക്ക് അർജുനനെത്തി ഗീതാശ്രവണം കൊണ്ട്. അതുപോലെ എൻ്റെ എല്ലാ അജ്ഞാനവും നീങ്ങിക്കഴിഞ്ഞു. എനിക്ക് ചെയ്യേണ്ടതെന്തോ അത് ചെയ്യാനുള്ള ബോധവും ഉദിച്ചു. എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് അർജുനന് തോന്നിയ സ്ഥാനത്ത് ധൃതരാഷ്ട്രർക്ക് ദുഃഖം മാത്രമാണ് ഗീതാശ്രവണം കൊണ്ട് കിട്ടിയത്. അതുകൊണ്ട് അജ്ഞാനികൾക്ക് എത്ര തത്വജ്ഞാനം പറഞ്ഞു കൊടുത്താലും ഒരു പ്രയോജനവുമില്ല. അവർ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളുകയുമില്ല. അതുകൊണ്ടാണ് സഞ്ജയൻ വീണ്ടും പറഞ്ഞത്, ഈ വിധം സഞ്ജയൻ പറയുകയാണ്, സാക്ഷാൽ യോഗേശ്വരൻ കൃഷ്ണൻ സ്വയമായി തൻ കഥിച്ചതും വ്യാസാനുഗ്രഹമായി കേട്ടേൻ ഗൂഢമീ യോഗമുത്തമം. പരമരഹസ്യമായ ഉത്തമമായിരിക്കുന്ന ഈ യോഗശാസ്ത്രം വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന് സഞ്ജയൻ ആ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ്. സാക്ഷാൽ യോഗേശ്വരൻ കൃഷ്ണൻ സ്വയമായി തൻ കഥിച്ചതും വ്യാസാനുഗ്രഹമായി കേട്ടേൻ ഗൂഢമീ യോഗമുത്തമം.